ഏവർക്കും സ്പോട്ടോപ്പിയയിലേക്ക് സ്വാഗതം. ഞായറാഴ്ച അത്ലറ്റിക്കോ മാഡ്രിഡ് വേഴ്സസ് റയൽ മാഡ്രിഡ് മത്സരം നടക്കാനിരിക്കുകയാണ്. അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കാനിരിക്കുന്നത്. അപ്പോൾ ഈ മത്സരത്തിലെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ലറ്റിക്കോ മാഡ്രിഡ് ആരാധകർ മുഴുവൻ മാസ്ക് ധരിച്ചുകൊണ്ടാണ് വരുന്നത്. എന്തിനാണ് വരുന്നത്? വിനീഷ്യസ് ജൂനിയറിനെതിരെ റേസിസ്റ്റ് ചാൻഡ് നടത്തുക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം. അപ്പൊ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇവര് എന്തുകൊണ്ട് മാസ്ക് ധരിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഇവർ വിനീഷ്യസ് ജൂനിയറിനെ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യമായിട്ടുള്ള മാസ്ക് ധരിക്കൽ, എന്തിനാണ് ഇവർ മാസ്ക് ധരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത് കുറച്ച് പിന്നാമ്പുറത്തേക്ക് നമ്മൾ പോകേണ്ടതുണ്ട്. ഇതുപോലെ മല്ലോർക്കയുടെ ക്ലബ്ബ് ആരാധകൻ വിനീഷ്യസ് ജൂനിയറിനെതിരെ അതുപോലെ തന്നെ VRL കളിക്കാരനായിട്ടുള്ള സാമുവലിനെതിരെയും റേസിസ്റ്റ് ചാൻഡ് നടത്തുകയുണ്ടായി. അപ്പൊ ഈ കളിക്കാര് കോടതിയിൽ കേസ് കൊടുക്കുന്നു. അപ്പൊ ലാലിഗ അത് പരിശോധിക്കുന്നു. കോടതി കേസ് വിധി വരുമ്പോൾ ഈ വീഡിയോ വിഷ്വൽസ് പരിശോധിക്കുമ്പോൾ ഇദ്ദേഹം ചാൻഡ് നടത്തുന്നതായിട്ട് കൃത്യമായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ ഇദ്ദേഹത്തിനെതിരെ നടപടി എടുക്കുകയാണ്. 1 വർഷം അദ്ദേഹത്തിനെ ജയിലിൽ ഇടുകയും 3 വർഷത്തേക്ക് ഒരു സ്റ്റേഡിയത്തിലേക്കും പ്രവേശിക്കരുത് എന്നുള്ള ഒരു ബാൻ കൂടി അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. അപ്പോൾ അത് ഇതിൽ ഭാഗമായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡ് ആരാധകർ മുഴുവൻ ഇപ്പോൾ വിനീഷ്യസ് ജൂനിയറിനെതിരെ ചാൻഡ് നടത്തുമ്പോൾ ഇത് മാസ്ക് ധരിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ വിഷ്വൽസിൽ ഒന്നും ഇത് ക്ലിയർ ആവില്ല, ആരാണ് എവിടെ നിന്നാണ് ഇത് വിളിക്കുന്നതൊന്നും. അപ്പോൾ ആരാണ് ഇത് വിളിച്ചതെന്നോ എവിടെ നിന്നാണ് ഇത് വന്നതെന്നോ ഒന്നും ആർക്കും കണ്ടുപിടിക്കാനും പറ്റില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു പിന്നാമ്പുറത്തെ കളി എന്ന് പറയുന്നത്. അപ്പൊ മാസ്ക് ധരിച്ചിട്ട് വിനീഷ്യസ് ജൂനിയറിനെതിരെ ചാൻഡ് വിളിക്കുക എന്നുള്ളതാണ് വ്യക്തമായ ഉദ്ദേശമാണ് ഇവർക്കുള്ളത്. ഇതിനെതിരെ ഇവർ ആഹ്വാനം നടത്തി കഴിയുകയും ചെയ്തു. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഈ രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഇവർ വിനീഷ്യസ് ജൂനിയറിനെ തെരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ്. റയൽ മാഡ്രിഡിൽ ഒരുപാട് കളിക്കാരുണ്ട്, വാൽവഡ ഉണ്ട്, കാമോവിംഗ ഉണ്ട്, ചുച്ചമേനി ഉണ്ട്, പക്ഷെ ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഇവർ വിനീഷ്യസ് ജൂനിയറിനെ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് റയൽ മാഡ്രിഡിന്റെ ഒരു മുഖമാണ് വിനീഷ്യസ് ജൂനിയർ എന്നുള്ളതാണ്. പക്ഷേ വേറൊരു കോണിൽ നിന്നുള്ള വാർത്തകളൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഒരുപാട് ആറ്റിറ്റ്യൂഡ് ഉണ്ട്, ഓവർ അഗ്രസീവ് ആണ് അദ്ദേഹത്തിന്റെ പ്രശ്നം. അതുകൊണ്ടാണ് വിനീഷ്യസ് ജൂനിയറിനെതിരെ മാത്രം ആൾക്കാർ ടാർഗറ്റ് ചെയ്യുന്നത്, അദ്ദേഹത്തെ റേസിസ്റ്റ് ചാൻഡ് വിളിക്കുന്നത് എന്നുള്ളതൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. പക്ഷേ അതിനോട് എനിക്ക് യോജിപ്പില്ല. ഇപ്പോൾ വിനീഷ്യസ് ജൂനിയർ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്, അതൊക്കെ ഒരു വശം. മറിച്ച് അദ്ദേഹത്തെ പ്രൊവോക്ക് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും അദ്ദേഹത്തിന്റെ നിറം കൊണ്ടോ അദ്ദേഹത്തിന്റെ നാഷണാലിറ്റി കൊണ്ടോ അദ്ദേഹത്തെ നമ്മൾ എന്ത് ചെയ്യരുത്, പ്രൊവോക്ക് ചെയ്യരുത് എന്നുള്ളതാണ്. ഇതിന്റെ പേരാണ് റേസിസം എന്ന് പറയുന്നത്. അപ്പൊ റേസിസം ഒരിക്കലും ഫുട്ബോളിൽ നടക്കുന്ന ഒരു കാര്യമല്ല. ഫുട്ബോളിലല്ല, ഒരെവിടെയും നടക്കാൻ നമ്മൾ അനുവദിക്കാനും പാടില്ല. അതിനുള്ള ഒരു സ്പേസ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കാനും പാടില്ല എന്നുള്ളതാണ് എൻ്റെ പക്ഷം. ഫുട്ബോൾ മനോഹാരിത ഒരു ഗെയിമാണ്. നോ റൂം ഫോർ റേസിസം എന്നുള്ള തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ? അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും